എപ്പിസോഡ് തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് കുട്ടിയായിരിക്കുന്ന യൂനോനെയോ ആസ്തേനെയുമാണ്. യൂനോ, നമ്മൾ ഒരേ കുടുംബമാ, പക്ഷെ രക്തബന്ധമൊന്നുമില്ല. എന്നാൽ രക്തബന്ധം ഉള്ളവരെക്കാൾ നമ്മൾ ഒരുപാടധികം ക്ലോസ് ആയിരിക്കും എന്ന് പറയുവാണ് ആസ്ത. അതെ അതെ, പക്ഷെ എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ? ഏയ് ഒന്നുമില്ല, നമ്മൾ തമ്മിൽ രക്തബന്ധമൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മൾ ഒരു ഫാമിലിയെ പോലെയാണ്. സോ നമുക്ക് ഫാമിലി ഇല്ലെങ്കിൽ പോലും നമ്മുടെ ഫ്രണ്ട്സിനെ നമ്മൾ ഫാമിലി ആക്കി മാറ്റണം. നമ്മുടെ ഫ്രണ്ടിന് ഒരു പ്രശ്നം വന്നാൽ അത് നമ്മുടെ ഫാമിലിയുടെ പ്രശ്നമായിട്ട് നമ്മൾ കാണണം എന്ന് പറയുവാണ് ആസ്ത. പിന്നീട് നമ്മൾ കാണുന്നത് ലോട്ടസിന്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ നിൽക്കുന്ന ലക്കിനെയാണ്. ഹേയ് ലക്ക് എന്ന് പറഞ്ഞൊരു ലേഡി അവനെ വിളിക്കുന്നു. നിന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റില്ലേ? എത്ര പ്രാവശ്യം ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്, ആദ്യം നീ ഇതുപോലെ ചിരിക്കുന്നത് നിർത്ത്. നിനക്കെന്താ കരയാൻ അറിയില്ലേ എന്ന് പറഞ്ഞ ലേഡി അവനെ അടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്ന് പെട്ടെന്നാണ് ലക്ക് അവന്റെ പവർ യൂസ് ചെയ്യുന്നത്. ആ ലേഡിയെ അറ്റാക്ക് ചെയ്യുന്നു. ഒരു സാധാരണ ഗ്രാമത്തിലുള്ളവർ ഒരു നോബലിനെ തോൽപ്പിച്ചെന്നോ? സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് ടൂർണമെന്റ്സിനൊക്കെ പോയി വിജയിച്ചിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഒന്നും സംഭവിച്ചിട്ടില്ല. അവൻ ചിരിച്ചുകൊണ്ട് വരുന്നത് നോക്കിയേ, അതാ എനിക്കൊന്നും മനസ്സിലാവാത്തെ എന്നൊക്കെ അവനെ നോക്കിക്കൊണ്ട് ആളുകൾ പറയുന്നു. സോ അവൻ നടന്നു ചെല്ലുന്നത് അവന്റെ അമ്മയുടെ അടുത്തോട്ടാണ്. ഹേയ് ലക്ക്, നീ ഒരു നോബിളിനെതിരായിട്ട് നിന്റെ മാജിക് ഉപയോഗിച്ചിരിക്കുന്നു. അത് തീർച്ചയായിട്ടും വളരെ വലിയൊരു കാര്യമാ. ഒരിക്കലും ഒരു നോബിളിനെതിരായിട്ട് മാജിക് ഉപയോഗിച്ച് പിടിച്ചു നിൽക്കാൻ ആരെ കൊണ്ടും സാധിക്കില്ല. സോ നീ ഒരുപാടധികം സ്പെഷ്യലാ. തീർച്ചയായിട്ടും ഇനിയും നിന്നെ കൊണ്ട് വിജയിക്കാൻ സാധിക്കും. അങ്ങനെ നിന്റെ പവേഴ്സ് എല്ലാം നീ ഒരുപാട് ഇൻക്രീസ് ചെയ്ത് വീണ്ടും വീണ്ടും ജയിച്ചു കൊണ്ടേയിരിക്കണം. ഇവിടെ നിൽക്കുന്ന ആരും നിന്നെ സഹായിക്കാൻ വേണ്ടി വരില്ല. നീ തന്നെ വേണം നിന്റെ കാര്യങ്ങളെല്ലാം നോക്കാൻ. നിന്റെ ഈ പവർ ശരിയായിട്ടുള്ള നേരത്ത് മാത്രം ഉപയോഗിക്കുക. തീർച്ചയായിട്ടും മമ്മി, നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. വിജയിക്കണം, വിജയിക്കണം. തീർച്ചയായിട്ടും ഞാനിതിൽ വിജയിച്ചിരിക്കും എന്ന് പറഞ്ഞ അവനെ അറ്റാക്ക് ചെയ്യുവാണ് ലക്ക്. വീണ്ടും ഞാൻ പറയാം, എനിക്കിതിൽ തോൽക്കാൻ തീരെ താല്പര്യമില്ല. കാരണം എനിക്കും വിജയിക്കണ്ടേ എന്ന് പറഞ്ഞ് ലോട്ടസ് തന്നെ മാജിക് യൂസ് ചെയ്യുന്നു. സ്മോക്ക് ക്രിയേഷൻ മാജിക് ബൈൻഡിങ് ക്രോസ് പ്രിസൺ. സോ പെട്ടെന്നാണ് അവനെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന ലക്കിനെ സ്മോക്ക് ഉപയോഗിച്ച് അവൻ കെട്ടിയിടുന്നത്. ആ സ്മോക്ക് വളരെയധികം സ്ട്രോങ് ആയതുകൊണ്ട് അതിൽ നിന്നും പുറത്തു വരാൻ അവനെ കൊണ്ട് സാധിക്കുന്നില്ല. ഇനി അത്ര പെട്ടെന്നൊന്നും നിന്നെ കൊണ്ട് ഇവിടെ നിന്നും അനങ്ങാൻ പറ്റുമെന്ന് നീ വിചാരിക്കണ്ട. ശരി, ഇപ്പൊ എന്റെ കൂടെ വന്നവർ എന്തായിരിക്കും ചെയ്യുന്നത്? സത്യം പറഞ്ഞ എന്നെ കൊണ്ട് അവരെ മനസ്സിലാക്കാൻ പോലും സാധിക്കുന്നില്ല. ഒരുപക്ഷെ ഞങ്ങൾ തമ്മിലുള്ള ജനറേഷൻ ഗ്യാപ്പ് ആയിരിക്കും അതിന് കാരണം. സോ ഇതേ സമയമാണ് മിമോസയെ അറ്റാക്ക് ചെയ്ത അവനെ നമ്മൾ കാണുന്നത്. അവരുടെ അടുത്തോട്ട് അവൻ നടന്നു വരുന്നു. പ്ലാൻ റിക്കവറി മാജിക് ഡ്രീം ഹീലിംഗ് ഫ്ലവർ ഗ്രേഡർ എന്ന് പറഞ്ഞ് മെമോസ അവളെ തന്നെ ഹീൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. സോ മെമോസയ്ക്ക് പറ്റിയ മുറിവെല്ലാം ഹീലാവണമെങ്കിൽ അതിനു മുമ്പ് അവനെ തോൽപ്പിക്കണം. ദയവ് ചെയ്ത് എന്നെ നിങ്ങൾ രക്ഷിക്കണം എന്ന് അവരോട് പറയുവാണ് മിമോസ. നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല. നിന്റെ മുഴുവൻ കോൺസെൻട്രേഷൻ നീ ഹീലിംഗിലോട്ട് കൊടുക്കുക. ഇവനെ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് ലൂണറ്റ്സ് അവളോട് പറയുന്നു. അപ്പോഴാണ് ലൂണറ്റ്സ് അവന്റെ ആ സിമ്പിൾ ശ്രദ്ധിക്കുന്നത്. സോ ഡയമണ്ട് കിണ്ടത്തിലുള്ള ഒരാളാണ് അവനെന്ന് അവർക്ക് മനസ്സിലാവുന്നു. അവിടെ നിൽക്ക്, പിന്നിൽ നിന്നും ബീരിക്കളെ പോലെ അറ്റാക്ക് ചെയ്യുന്നു. നീ ആരാ? അങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ച് സമയം കളയാൻ എനിക്ക് തീരെ താല്പര്യമില്ല എന്ന് പറഞ്ഞവൻ വീണ്ടും മിമോസയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നാൽ പെട്ടെന്ന് അങ്ങോട്ട് വന്ന ലൂണറ്റ്സ് അത് തടയുന്നു. കമോൺ യൂനോ, നമ്മുടെ പവർ എന്താണെന്ന് അവന് കാണിച്ചു കൊടുക്കുക. ബിക്കോസ് ഞങ്ങളാണ് ദ പവർ ഓഫ് ക്ലോവേഴ്സ് ഗോൾഡൻ ടൗൺ എന്ന് പറയുവാണ് ലൂണറ്റ്സ്. പിന്നീട് നമ്മൾ കാണുന്നത് ആ പക്ഷിയെ ഫോളോ ചെയ്തു വരുന്ന ആസ്തേനെയും നോവലിനെയാണ്. മുന്നോട്ട് പോകുന്തോറും അവിടെയുള്ള മാജിക് എനർജിയുടെ ശക്തി കൂടി വരുന്നത് നോവലിന് മനസ്സിലാവുന്നു. നമ്മൾ ശരിയായിട്ടുള്ള വഴിയിലാ പോകുന്നത്. അവിടെ തന്നെയാണ് ആ ട്രഷർ ഹോൾ ഇരിക്കുന്നത് എന്ന് പറഞ്ഞ് എന്തോ ചിന്തിച്ച് നോവൽ പെട്ടെന്ന് അവിടെ നിൽക്കുന്നു. ഹേ, എന്തു പറ്റി? എനിക്ക് തോന്നുന്നു നമ്മൾ പോകുന്ന ഈ വഴിയുടെ അവസാനം ആരോ തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നുണ്ടെന്ന്. എന്ത്? അതെ, ലക്ക് ഡയമണ്ട് കിണ്ടത്തിലുള്ള ആരുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത്രയധികം മാജിക് എനർജി വളരെ വേഗത്തിൽ ഇങ്ങോട്ട് വരുന്നത്. എന്നവാ നമുക്ക് പെട്ടെന്ന് തന്നെ അവരുടെ കൂടെ ചേർന്ന് അവരുമായിട്ട് ഫൈറ്റ് ചെയ്യാം. അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ലക്ക് ഓൾറെഡി എല്ലാവരുമായിട്ട് ഫൈറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരുത്തനാണ്. അങ്ങനെയുള്ള അവന് നേരിടാനുള്ളതേ ഉള്ളൂ ഇതെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ വിചാരിക്കുന്നത് പോലെ ഈ ഡഞ്ചനകത്തോട്ട് എനിമീസ് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ആ ട്രഷർ ഹോളിന്റെ അടുത്തായിട്ടായിരിക്കും പോയിട്ടുണ്ടാവുക. സോ വളരെ പെട്ടെന്ന് നമുക്ക് അങ്ങോട്ട് പോയേ പറ്റൂ എന്ന് പറഞ്ഞ് നോയൽ ക്യാപ്റ്റൻ യാമി പറഞ്ഞ ഒരു കാര്യം ആലോചിക്കുന്നു. ഡയമണ്ട് കിണ്ടത്തിലുള്ളവർ വളരെയധികം പവർഫുൾ ആണ്. ഇതുപോലെ മുൻപുണ്ടായിരുന്ന ഡഞ്ചൻസിൽ നിന്നും അവരെ പോലെയുള്ളവർ പുറത്തിറങ്ങിയതിനു ശേഷം വളരെ പവർഫുൾ ആയിട്ടുള്ള മാജിക് പവേഴ്സ് എല്ലാം യൂസ് ചെയ്തിരുന്നു. പെട്ടെന്ന് നമ്മൾ അങ്ങോട്ട് പോയിട്ടില്ലെങ്കിൽ അതിനർത്ഥം നമ്മൾ തോറ്റുവെന്ന എന്ന് നോയൻ അവനോട് പറയുന്നു. ഇതേ സമയം ലക്ക്, വിജയിക്കണം. ഞാൻ അന്വേഷിച്ചു വന്നത് എന്നെ വിട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇല്ല, ഞാൻ എന്താ കണ്ടേ എന്ന് പറയുന്ന സമയത്താണ് അവന്റെ മനസ്സിലോട്ട് വന്ന കാര്യം എന്താണെന്ന് അവന് മനസ്സിലാവുന്നില്ല. ഇതേ സമയം ലൂണറ്റ്സും ഡയമണ്ട് കിണ്ടത്തിൽ നിന്നും വന്നവനും ചേർന്ന് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവനെ ഒരു പോറിൽ പോലും വരുത്താൻ സാധിക്കുന്നില്ലല്ലോ. ഇതെല്ലാം അവൻ ചെയ്യുന്നത് അവന്റെ ഗ്രിമോറി ഉപയോഗിക്കാതെയാണ്. എന്നിട്ടും അവന്റെ മാജിക് പവർ കുറയുന്നത് പോലെ എനിക്ക് തോന്നുന്നില്ല. ശരി യൂനോ, ഇവനെ ഞാൻ നോക്കിക്കോളാം. നീ പെട്ടെന്ന് എന്നെ അകത്ത് പോയി അതിനകത്ത് എന്താ ഉള്ളതെന്ന് കണ്ടുപിടിക്കുക. ഇത് കേട്ട് യൂനോ, അവൻ വളരെയധികം സ്ട്രോങ് ആ. ഒറ്റയ്ക്ക് നിങ്ങളെ കൊണ്ട് അവനെ നേരിടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
യുനോ പറയുന്നത് കേൾക്ക്. നമുക്ക് പെട്ടെന്ന് അത് കണ്ടുപിടിച്ച് ഇവിടെ നിന്നും പോണം. ഇവനെ നമ്മളെ കൊണ്ട് തോൽപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ രാജ്യത്തിന്റെ നല്ലതിന് വേണ്ടിട്ടാ എന്ന് പറയുവാണ് ലൂണറ്റ്സ്. ഇത് കേട്ട് യുനോ അത് തുറന്നു നോക്കാൻ വേണ്ടി അതിനെ എടുത്തോട്ട് പോകുന്നു. നീ വളരെ വലിയൊരു തെറ്റാ ചെയ്തേ. ഞാൻ നിന്നെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് ലൂണറ്റ്സ് അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്ന് പെട്ടെന്നാണ് ലൂണറ്റ്സിന്റെ കാലുകൾ രണ്ട് ഫ്രീസ് ചെയ്ത് അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അവൻ ശ്രമിക്കുന്നത്. സോ അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായെന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് പിടിച്ചു വെച്ചിരിക്കുന്ന ലക്കിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ലോട്ടസിനെ നമ്മൾ കാണുന്നത്. പേടിക്കണ്ട, ഞാൻ നിന്നെ ഇപ്പൊ റിലീസ് ചെയ്യാം എന്ന് പറഞ്ഞ് അവനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ് ലോട്ടസ്. പെട്ടെന്നാണ് അങ്ങോട്ടൊരാൾ വരുന്നത്. സോ വേറെ ആരുമല്ല, നമ്മുടെ ആസ്തയായിരുന്നു അത്. യുനോ നമ്മൾ രണ്ടുപേരും ഒരേ കുടുംബമല്ലേ. രക്തബന്ധമുള്ളവർ എത്രത്തോളം ക്ലോസ് ആയിരിക്കോ അതുപോലെ തന്നെയല്ലേ നമ്മളും. ഓ, നിന്റെ ഫ്രണ്ടും ഇതിൽ ഇൻവോൾവ് ആയെന്ന് തോന്നുന്നു. ഹേയ്, നിന്നോടാരാ ഇപ്പൊ ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? പറയാൻ നമുക്ക് ഒരു ഫാമിലി ഇല്ലെങ്കിൽ പോലും നമ്മുടെ ഫ്രണ്ട്സിനെ നമ്മൾ ഫാമിലിയെ പോലെ കാണണം. ഹേയ്, ഇപ്പൊ നിന്റെ മിഷനാണ് നിനക്ക് ഇമ്പോർട്ടന്റ്. പറ്റില്ല സാർ എന്നവർ രണ്ടുപേരും ഒരുമിച്ച് പറയുന്നു. ഈ ക്ലോവർ കിണ്ടം തകരാതിരിക്കാൻ നമ്മൾ ഈ മിഷൻ കംപ്ലീറ്റ് ചെയ്തേ പറ്റൂ. അതിനാദ്യം അതിനകത്തോട്ട് പോവേണ്ടത് നീ ആയിരിക്കണം യുനോ എന്ന് പറയാണ് ലൂണറ്റ്സ്. ഫസ്റ്റ് നമുക്ക് ഇവനെ ഇല്ലാതാക്കാം, എന്നിട്ട് ഒരുമിച്ച് അതിനകത്തോട്ട് പോകാം എന്ന് യുനോയും പറയുന്നു. ഇതേ സമയമാണ് ആസ്തയുടെ അടുത്തോട്ട് നോയൽ വരുന്നത്. ധൈര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് ഫൈറ്റ് ചെയ്യടാ എന്ന് പറഞ്ഞ ആസ്ത അവനെ വിളിക്കുന്നു. ഓഹോ, ഈ മാച്ചിൽ എന്റെ കൂടെ കളിക്കണമെന്നാണോ നിന്റെ ഫ്രണ്ടും വിചാരിക്കുന്നത്? പെട്ടെന്ന് അവർ മരിച്ച വാർത്തയാണ് കേൾക്കുന്നത്. വളരെ നാളായിട്ട് സ്ട്രെസ് അനുഭവിക്കുമായിരുന്നു അവർ. ഇത്ര ചെറുപ്പത്തിൽ തന്നെ അവനെ വിട്ട് അവർ പോയിരിക്കുന്നു. അവനിപ്പോ ഒരുപാട് സങ്കടത്തിലായിരിക്കും എന്ന് ചുറ്റിലുണ്ടായിരുന്ന ആളുകളെല്ലാം പറയുന്നു. സോ ലക്കിന്റെ അമ്മ മരിച്ചിരിക്കുന്നു. എന്നാൽ അപ്പോഴും അവന്റെ മുഖത്തിന്റെ എക്സ്പ്രഷന് യാതൊരു വ്യത്യാസവും വരുന്നില്ല. അവനെ എനിക്ക് വേണം, ഞാൻ വിജയിക്കണം, എനിക്ക് വിജയിച്ചേ പറ്റൂ. ഈ വിജയം എന്റെ അമ്മയ്ക്ക് വേണ്ടിട്ടാ. എനിക്ക് നിങ്ങളുടെ ആരുടെയും സഹായം ആവശ്യമില്ല. എന്റെ പവർ ഉപയോഗിച്ചിട്ട് തന്നെ ഞാനിത് ചെയ്യും. നിങ്ങളുടെ സഹായത്തോടു കൂടിയാണ് ഞാനിത് ചെയ്യുന്നെങ്കിൽ എന്റെ അമ്മ എന്നെ ഒരിക്കലും അംഗീകരിക്കില്ല. എനിക്കിത് ഒറ്റയ്ക്ക് തന്നെ ചെയ്യണം എന്ന് പറഞ്ഞ ലക്ക് അവനെ നേരെ ഓടുന്നു. ശരി, അവനിത് ഒറ്റയ്ക്ക് ചെയ്യട്ടെ എന്ന് ആസ്തയും പറയുന്നു. എന്റെ അമ്മ എന്നെ അംഗീകരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് വിജയിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ ലക്ക് അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്താണ് അവൻ തിരിച്ച് ലക്കിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതെ, അവരെന്നെ അംഗീകരിക്കണം എന്ന് പറഞ്ഞത് നോക്കിക്കൊണ്ട് നിൽക്കുവാണ് ലക്ക്. പെട്ടെന്നാണ് അങ്ങോട്ട് വന്ന ആസ്ത അവനെ അതിൽ നിന്നും രക്ഷിക്കുന്നത്. നീ എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ചെയ്. എന്റെ ജോലിയും എനിക്ക് ചെയ്യാൻ അനുവദിക്ക്. നിന്നെ ഒരിക്കലും ഒറ്റയ്ക്കാക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. നീ എന്നെ പറ്റി എന്താണോ വിചാരിക്കുന്നത് അതെനിക്കൊരു പ്രശ്നമല്ല. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ നിന്നെ സഹായിക്കും. ബിക്കോസ് യു ആർ മൈ ഫ്രണ്ട് എന്ന് ആസ്ത അവനോട് പറയുന്നു. അങ്ങനെയാണെങ്കിൽ എനിക്കും സുഹൃത്തുക്കളുണ്ടോ? അവരെയും ഞാൻ സുഹൃത്തുക്കളായിട്ട് കാണണം. ഐ ആം സോറി അമ്മ, എനിക്ക് വേറെ വഴി അറിയില്ല. ഞാനിപ്പോ ഒറ്റയ്ക്കല്ലെന്ന് എനിക്ക് മനസ്സിലായി എന്ന് ആസ്തയെ നോക്കി ചിന്തിക്കുകയാണ് ലക്ക്. നീ പറഞ്ഞത് ശരിയാ, എപ്പോഴും ഒന്നായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോഴേ അതിൽ ഫൺ ഉണ്ടാകൂ. സോ ഇപ്പൊ അവർ 3 പേരും ചേർന്ന് ഇവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. ശരി, എനിക്ക് ഇനി വേറെ വഴിയില്ല. നിങ്ങളെ 3 പേരെയും ഇല്ലാതാക്കിയേ പറ്റൂ എന്ന് ലോട്ടസ് അവരോട് പറയുന്നു. സ്മോക്ക് ക്രിയേഷൻ മാജിക് പ്രിസൺ ഓഫ് ഫോളൻ കിങ് എന്ന് പറഞ്ഞ ലോട്ടസ് അവർക്ക് ചുറ്റും ഒരുപാട് സ്മോക്കുകൾ കൊണ്ടുവരുന്നു. നമ്മൾ ആർക്കെതിരെയാണ് ഫൈറ്റ് ചെയ്യുന്നത് എന്നുള്ളത് പ്രധാനമല്ല. ഞങ്ങൾ ബ്ലാക്ക് ബുൾസ് ആണ്. ഒരിക്കലും ആരെയും വിജയിക്കാൻ അനുവദിക്കില്ല. ഇതേ സമയമാണ് നമ്മൾ യൂനോയെ കാണുന്നത്. പോവേണ്ട സമയമായി. ഇനി നമ്മൾ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. വിൻഡ് ക്രിയേഷൻ മാജിക് സ്വീറ്റ് വൈറ്റ് ഹോഗ് ആൻഡ് വിൻഡ് ബ്ലേഡ് ഷവർ എന്ന് പറഞ്ഞ് യൂനോ അവന്റെ മാജിക് പവർ യൂസ് ചെയ്യുന്നു. എന്ത്, ഇവൻ ഡുവൽ കാസ്റ്റിംഗ് മാജിക് ആണോ ഉപയോഗിക്കുന്നത്? ഈ ചെറിയ പയ്യന്റെ പിന്നിൽ ഇത്രയധികം മാജിക് പവറോ എന്ന് ചിന്തിക്കുകയാണ് ലൂണറ്റ്സ്. സോ പെട്ടെന്ന് തന്നെ യൂനോ അവനെ അറ്റാക്ക് ചെയ്യുന്നു. ഇതേ സമയം ആസ്തയും മറ്റുള്ളവരും ആ സ്മോക്കിന്റെ അകത്തുനിന്നും പുറത്തു വരാൻ വേണ്ടി അവരുടെ മാജിക് എല്ലാം ഉപയോഗിക്കുന്നു. എന്നാൽ എത്രയൊക്കെ അതിൽ നിന്നും പുറത്തെടുക്കാൻ ശ്രമിച്ചാലും വീണ്ടും വീണ്ടും അത് അവിടെ ഫില്ലായിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതേ സമയമാണ് ലോട്ടസ് അവർ നിന്നിരുന്ന സ്ഥലത്തോട്ട് മുഴുവനായിട്ടും അവന്റെ ആ സ്മോക്കുകൾ പടർത്തുന്നത്. ഇനി അധിക നേരം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശ്വാസം കിട്ടാതെ മരിച്ചു പോകും. ഇതേ സമയം ലോട്ടസിന്റെ മാജിക് പവർ സെൻസ് ചെയ്യാൻ വേണ്ടി ലക്കിന് സാധിക്കുന്നുണ്ട്. സോ അതുപയോഗിച്ച് അവനെ കാണാനില്ലെങ്കിൽ പോലും അവൻ എവിടെയാണ് നിൽക്കുന്നതെന്ന് ഇവന് മനസ്സിലാക്കാൻ സാധിക്കും. അവനെ അറ്റാക്ക് ചെയ്യാൻ ഞാൻ നേരെ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവൻ അതിൽ നിന്നും രക്ഷപ്പെടും. അവന്റെ ഫൈറ്റിംഗ് സ്കില്ല് ഞാൻ ഇനിയും കുറച്ചുകൂടി മനസ്സിലാക്കണം. സ്മോക്കിനകത്തിരിക്കുന്ന സമയത്ത് അവനെ കൊണ്ട് വേഗത്തിൽ സഞ്ചരിക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളുടെ മാജിക് പവർ യൂസ് ചെയ്ത് അവനെ തൊടാൻ പോലും സാധിക്കാത്തത്. സോ അവൻ പ്രതീക്ഷിക്കാത്ത രീതിയിൽ അവനെ പിന്നിൽ നിന്നും അറ്റാക്ക് ചെയ്യണം. പക്ഷേ എങ്ങനെ ഞാൻ ആ മാജിക് സെൻസ് ചെയ്യും എന്ന് ചിന്തിക്കുവാണ് ലക്ക്. അപ്പോഴാണ് ആ സ്മോക്കിനകത്ത് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആസ്തയെ അവൻ കാണുന്നത്. എന്റെ ഈ മാജിക് പവർ ഉപയോഗിച്ച് നിങ്ങളെ പോലെ എത്ര പേര് വന്നാലും എന്നെ കൊണ്ട് തടയാൻ സാധിക്കും. അതിനെനിക്ക് നിങ്ങളെ കാണേണ്ട ആവശ്യം പോലുമില്ല എന്ന് ലോട്ടസ് അവരോട് പറയുന്നു. ഇതേ സമയം തന്നെ ലക്ക് അവന്റെ ലൈറ്റ്നിങ് മാജിക് ഉപയോഗിച്ച് ഇവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി തന്നെ ശ്രമിക്കുന്നുണ്ട്. അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറുന്ന ലോട്ടസ് പുറകോട്ട് പോകുന്നു.
ഹേയ്, ഇതുപയോഗിച്ച് നിനക്കൊന്നും എന്റെ രോമത്തിൽ പോലും തൊടാൻ സാധിക്കില്ല. ഞാൻ പറയുന്നത് മനസ്സിലാക്ക. നമുക്കുള്ളിലുള്ള എക്സ്പീരിയൻസ് വളരെയധികം വ്യത്യാസമാണ് എന്ന് ലോട്ടസ് പറയുന്ന സമയത്താണ് പുറകിലൂടെ വന്ന് ആരോ അവനെ അറ്റാക്ക് ചെയ്യുന്നത്. സോ നമ്മുടെ ആസ്തയായിരുന്നു അത്. അടികൊണ്ട് ലോട്ടസ് തെറിച്ചു പോയി താഴെ വീഴുന്നു. സോ അപ്പോഴാണ് ഇവരുടെ പ്ലാൻ എന്താണെന്ന് കാണിക്കുന്നത്. ആദ്യം തന്നെ ലക്ക് അവനെ അറ്റാക്ക് ചെയ്യാണെന്നുള്ള രീതിയിൽ അവന്റെ ശ്രദ്ധ തിരിച്ചു. ഇതേ സമയം നോയൽ അവന്റെ വാട്ടർ മാജിക് ഉപയോഗിച്ച് ആസ്തയെ ലോട്ടസ് വരുന്ന ദിശയിലോട്ട് പറഞ്ഞു വിട്ടു. അങ്ങനെ ലോട്ടസ് അവനെടുത്ത് എത്തിയതും ആസ്ത അവനെ അറ്റാക്ക് ചെയ്തു. ഹേയ്, ഞാൻ നിങ്ങളോട് ആദ്യം തന്നെ പറഞ്ഞില്ലേ ടീം വർക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആണെന്ന് എന്ന് ലക്ക് അവരോട് പറയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് യൂനോയെയും മറ്റുള്ളവരെയുമാണ്. ഡയമണ്ട് കിണ്ടത്തിൽ നിന്നും വന്ന അവൻ യൂനോയുടെ എല്ലാ അറ്റാക്കും വളരെ സിമ്പിൾ ആയിട്ട് എന്നെ തടയുന്നു. അപ്പോഴാണ് നമ്മൾ ആ കാഴ്ച കാണുന്നത്. ഡയമണ്ട് കിണ്ടത്തിൽ നിന്ന് വന്ന അവൻ അവന്റെ മാജിക് ഉപയോഗിച്ച് ഒരു വലിയ സോഡ് തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാതെ യൂനോയും ലൂണറ്റ്സും അവനെ തന്നെ നോക്കി നിൽക്കുന്നു. ബി ഗോഡ്.